ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ മീൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ എന്തായാലും അതിൻ്റെ ഒരു ഞങ്ങൾ കാണുന്ന ഒരു ഫ്രണ്ട് വ്യൂ ഞാൻ എന്തായാലും കാണിച്ചു തരാം. നമ്മുടെ ജായ്വി സ്പിക്കിന് വേണ്ടി നമ്മൾ എപ്പോഴും കുറേ പേർക്കൊക്കെ ഡൗട്ടാണ് ഏത് മീനാണ് യൂസ് ചെയ്യുന്നത്, ഫ്രഷ് ആണോ എന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ ബോട്ട് വരുന്നേ ഉള്ളൂ, നമ്മൾ വെയിറ്റ് ചെയ്യണം. സോ ഫ്രഷ് ഫിഷാണ്. ഞാനതൊക്കെ കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൊത്തത്തിൽ ഒരു ഈ വക കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ഹാർബർ ജെറ്റിങ് ഒക്കെ കാണിച്ചു തരാം, മീൻ വരുന്നതും ബോട്ടൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് മുമ്പിലുള്ള സീൻ കാണിച്ചു തരട്ടെ. അതെ, ഇതാണ്, ഇവിടെയാണ് നമ്മൾ പോകുന്നത്. ഇതൊരു ഹാർബർ ജെട്ടി എന്ന് പറയും. ഇതല്ല വന്നു ഓൾറെഡി വന്നു. അപ്പോൾ അതൊക്കെ വരുന്നു, വന്ന ഈ ടൈമിംഗ് ആണെന്ന് തോന്നുന്നു. ഇതാ നമ്മളത് ഞങ്ങള് വിളിച്ചിവയാ. സൺഡേ കൂട്ടുക ഇപ്പൊ പോണ്ടേ? ബന്നൊക്കെ കൂട്ടുക ഒരു ദിവസം ഫ്രീ ആയിട്ട്. ആ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഇത് പരിശ്രമില്ലേ? ആ മതിയാ ഉപ്പാക്കാനാ? പതിനഞ്ച് ആ ഇവിടെ ഇപ്പോൾ 2 വെറൈറ്റി ചൂരയുണ്ട്. ട്യൂണ ഫിഷ്, അതോ യെല്ലോ ഫിൻ. എനിക്ക് തോന്നുന്നു ഇത് യെല്ലോ ഫിൻ ട്യൂണയാണെന്ന് തോന്നുന്നു. അവിടെ ഒരു യെല്ലോ കളറുണ്ട്. പിന്നെ ഒരു കുഞ്ഞു ചൂരയുണ്ട്, അതാണ് മാസ് ഉണ്ടാക്കാൻ വേണ്ടി, ലക്ഷദ്വീപ് മാസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മാസ് ചൂര എന്ന് പറയും. ഇപ്പോൾ ടൈം വന്നിട്ട് 11 മണി, രാവിലത്തെ 11 മണിയാണ്. അപ്പോൾ ഇവർ ഫിഷിങ്ങിന് പോകുന്നത് 3:30 പറഞ്ഞു നൈറ്റ്. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഫ്രഷ് ചൂരയാണ് നമ്മൾ കഴിക്കുന്നതും ഇവിടെ എല്ലാ ഫിഷ് പിക്കിൾ മേക്കിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്നത്. എന്നോട് ബോട്ടിൽ കയറുന്നുണ്ടോ എന്ന് ചോദിച്ചത് പാടെ വരെ ഞാൻ ഇങ്ങോട്ട് കയറി. ജസ്റ്റ് ഒന്ന് കാണാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ്.
ഇവർ എപ്പോഴും പോകുന്നതല്ലേ ഫിഷിങ്ങിന്. അപ്പോൾ ക്യാബിനൊക്കെ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം നമുക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റില്ല, നല്ല ജെർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് വീൽ ഹൗസ്. ഇവിടെ നിന്നാണ് ബോട്ട് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ തന്നെയാണ് അവരുടെ ക്യാബിൻ. 4 ബെഡ് എന്ന് വെച്ചാൽ അപ്പർ ആൻഡ് ലോവറായിട്ട് 2 സൈഡായിട്ട് 4 ബെഡാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 4 അതിനേക്കാളും കൂടുതൽ ഒരു 6 പേർക്കെങ്കിലും ഇവിടെ സുഖമായിട്ട് കിടക്കാനൊക്കെ പറ്റും. സോ ഇവിടുന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡീലൊക്കെ റെഡിയാക്കിയിട്ട് ഇവരോട് ബൈ ബൈ പറഞ്ഞിട്ട് പോവുകയാണ്. എന്തായാലും നല്ല വെയിലുണ്ട്, തലവേദന എടുക്കുന്നൊരു ഫീല്. അപ്പോൾ എന്തായാലും തിരിച്ചു പോവാമെന്ന് വെച്ചു. ഓക്കെ ആലു കാട്ടും കാട്ടും ഫോട്ടോന്നാ ചോദിച്ചും പോയിട്ടേ ഞങ്ങൾ ഫോണിൻ്റെ അവിടെ നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഇവർക്ക്. അതുകൊണ്ട് നമുക്ക് വേറൊരാളോട് ഒരു സ്ട്രേഞ്ചേഴ്സുമായിട്ട് സംസാരിക്കുന്നതോ ഡീൽ ചെയ്യുന്നതോ പോലെ ഫീൽ ചെയ്യില്ല. എല്ലാവരും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുള്ളൂ, പെങ്ങന്മാരെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യുള്ളൂ. നമ്മൾ ഡീലാക്കിയിട്ട് വന്നതാണ്. ഇങ്ങനെയാണ് പൊതുവെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്ന് മീൻ പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഫ്രഷ് ഫിഷാണ് നമ്മുടെ ട്യൂണയിലൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടമായി. എന്നാൽ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. പൊതുവേ നമ്മൾ വിളിച്ച് പറയാണ് ചെയ്യുന്നത്. അപ്പം ഡൗട്ടുള്ള എന്തെങ്കിലും കേസിൽ വന്ന് ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈ വലിപ്പത്തിൻ്റെ കേസിലൊക്കെ അപ്പോൾ അത് വന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് അപ്പോൾ കൺഫേം ചെയ്യുന്നതാണ്. യെസ്, അപ്പോൾ അങ്ങനെയാണ്. എന്തായാലും ഭയങ്കര ഇഷ്ടമായിരുന്നു വീഡിയോ. ഭയങ്കര വെയിലായിരുന്നു. പാവം തോന്നുന്നു കേട്ടോ ഇവരെ. അത്രയും വെയിലും സഹിച്ചിട്ടല്ല, അത്രയും റഫ് വെതറും ഒക്കെ ആയിരിക്കും. മൊത്തത്തിൽ അടിപൊളി. ഞാനും സമീരും ഇങ്ങനെ വീട്ടിൽ നമുക്ക് ഈ ഒരു 10 മിനിറ്റ് അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് മൈഗ്രെയിൻ എടുക്കുന്ന പോലെ ഒരു ഫീൽ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ലക്ഷദ്വീപിൽ ഫിഷിങ്ങും ഇത്ര ഫ്രഷ് ഫിഷൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടി. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. സീ യു നെക്സ്റ്റ് വീഡിയോ.